ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ തൻ്റെ മകളെ പിൻഗാമിയായി തെരഞ്ഞെടുക്കുന്നുവെന്ന് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്. കിമ്മിൻ്റെ മകളായ കിം ജു എ ആണ് അടുത്ത ഭരണാധികാരിയാകാൻ ഒരുങ്ങുന്നത്. 13 വയസ്സുള്ള കിം ജു എയെ പാർട്ടി കോൺഗ്രസിൽ പിൻഗാമിയായി പ്രഖ്യാപിക്കും എന്നാണ് റിപ്പോർട്ട്. ഈയിടെ ബെയ്ജിങ്ങിൽ നടന്ന സൈനിക പരേഡിൽ പിതാവിനോടൊപ്പം പങ്കെടുത്തതാണ് കിം ജു എയുടെ ആദ്യത്തെ ഔദ്യോഗിക വിദേശ സന്ദർശനം. ഔദ്യോഗിക ചടങ്ങുകളിൽ കിമ്മിനോടൊപ്പം തുല്യ പ്രാധാന്യത്തോടെയാണ് കിം ജു എ പ്രത്യക്ഷപ്പെടുന്നത്. ചില ഭരണപരമായ കാര്യങ്ങളിൽ കിം ജു എ ഇടപെടുന്നുണ്ട് എന്ന സൂചനയും ഉണ്ട്. ഉത്തര കൊറിയയിൽ ഒരു പെൺകുട്ടിയെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നത് വലിയ മാറ്റമായാണ് നിരീക്ഷകർ കാണുന്നത്. കിമ്മിന് ഒരു മൂത്ത മകൻ ഉണ്ടെന്ന് പറയപ്പെടുന്നുവെങ്കിലും കിം ജു എ ആണ് ലോകത്തിന് മുമ്പിൽ കിം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനം നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ കിം ജു എ പങ്കെടുക്കുമോ എന്ന് ലോകവും ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഉറ്റുനോക്കുന്നു. അടുത്ത 5 വർഷത്തെ രാജ്യത്തിൻ്റെ വിദേശ നയവും ആണവ പദ്ധതികളും പാർട്ടി കോൺഗ്രസിലാകും തീരുമാനിക്കുക. 2022 മുതൽ ഉത്തര കൊറിയൻ മാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യമാണ് 13 വയസ്സുള്ള കിം ജു എ. ഇതോടെ ഉത്തര കൊറിയയിൽ ഒരു തലമുറ കൈമാറ്റം നടക്കുകയാണ്. കിം ജോങ് ഉന്നിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം തന്നെ നൽകിക്കഴിഞ്ഞു. കിം ജോങ് ഉന്നിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇടയ്ക്ക് അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ട് വന്നിരുന്നു. മരണശയ്യയിലാണെന്ന റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഉത്തര കൊറിയ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ വീണ്ടും ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. നിരവധി ആണവായുധങ്ങൾ അവർ വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട്. മാത്രമല്ല അവരുടെ സൈന്യം എന്തിനും പോകുന്ന സൈന്യമാണ്. ഏകാധിപതിയെ പോലെ കിം ജോങ് ഉൻ പെരുമാറുന്നു എന്നാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നത്. എന്നാൽ കിം ജോങ് ഉന്നിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനുള്ള ശേഷി അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഇല്ല. കാരണം ഉത്തര കൊറിയ അദ്ദേഹത്തിൻ്റെ കീഴിൽ ആയുധക്കരുത്തുള്ള രാജ്യമായി മാറിക്കഴിഞ്ഞു. ഉത്തര കൊറിയയ്ക്കകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നത് സാധാരണ പുറം ലോകം അറിയാറില്ല. എല്ലാം ഇരുമ്പു ചട്ടയ്ക്ക് ഉള്ളിലാണ്. അവിടെ ദാരിദ്ര്യമുണ്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു. ജനങ്ങൾ ഒരുപിടി അന്നത്തിന് വേണ്ടി തെണ്ടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഭിക്ഷയാചിക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഉത്തര കൊറിയയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു രൂപവും ആർക്കുമില്ല. ഉത്തര കൊറിയ ചൈനയുമായും റഷ്യയുമായും നല്ല സഹകരണം പുലർത്തുന്ന രാജ്യമാണ്. മാത്രമല്ല ഇറാനുമായും ഉത്തര കൊറിയയ്ക്ക് നല്ല ബന്ധമുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഉത്തര കൊറിയ ഇറാന് ആയുധങ്ങൾ കൈമാറും എന്ന സൂചന വ്യക്തമാക്കിയിരുന്നു അവർ. അങ്ങനെ അമേരിക്കയെ എല്ലാ തരത്തിലും എതിർക്കുന്ന ഒരു നേതാവാണ് കിം ജോങ് ഉൻ. അദ്ദേഹമാണ് തൻ്റെ മകളെ കിം ജു എയെ തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉത്തര കൊറിയയിൽ ആദ്യമായി ഒരു വനിതാ നേതാവ് ഉത്തര കൊറിയയുടെ പരമാധികാരിയാവുക എന്ന നിയോഗം വന്നിരിക്കുന്നത് കിം ജു എയിലാണ്. 13 വയസ്സേ ഉള്ളെങ്കിലും കിം ജു എ ഇപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. മാത്രമല്ല പ്രായത്തിൽ കവിഞ്ഞ പക്വതയും അവർക്കുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര പത്രങ്ങളൊക്കെ കിം ജു എയുടെ പ്രവർത്തനങ്ങൾ പല വിധത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉത്തര കൊറിയൻ മാധ്യമങ്ങളിൽ അവർ സജീവ സാന്നിധ്യവുമാണ്. ഉത്തര കൊറിയ അടിച്ചമർത്തപ്പെട്ട രാജ്യമെന്നാണ് പുറം ലോകം പറയുന്നത്. പക്ഷേ അതിനകത്ത് എന്തൊക്കെ മനുഷ്യത്വ രഹിതമായ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്നതിനെ പറ്റി ഒരു രൂപവും ഇല്ല.
അത്ര ശക്തമാണ് ഉത്തര കൊറിയയുടെ ഇന്റലിജൻസ് സംവിധാനം. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അവരെ നിർബന്ധിതരാക്കിയത് അമേരിക്കയുടെ ഭീഷണിയാണ്. ഇപ്പോൾ അമേരിക്കയെ പോലും തകർക്കാനുള്ള ആണവായുധങ്ങൾ ഉത്തര കൊറിയയുടെ കൈവശമുണ്ട്. ലോകത്തിലെ വലിയൊരു സൈനിക ശക്തിയായി അവർ വളർന്നു കഴിഞ്ഞു. എന്തായാലും കിം ജോങ് ഉൻ ലോകത്തെ ത്രസിപ്പിച്ച, അല്ലെങ്കിൽ അമേരിക്കയെ വിറപ്പിച്ച കിം ജോങ് ഉൻ തൻ്റെ മകളെ പിൻഗാമിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് ഉത്തര കൊറിയയിൽ വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്.